ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം. ശങ്കാഹീനമുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ഓം സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാ ന പ്രചോദയാത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ധ്യായേതാജാനബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം. വാമാങ്കാരൂഢസീതാമുഖകമലമിലല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദദഥമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിൽ 83-ാം സർഗം വ്യാഖ്യാനം പറയുന്നു. ഭരതൻ്റെ വനയാത്ര. ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഭരതൻ സർവ അഭിഷേക സാമഗ്രികളോടും കൂടി പുരോഹിതന്മാരോടും ഗുരുക്കന്മാരോടും മന്ത്രിമാരോടും മാതാക്കളോടും മറ്റെല്ലാ നാട്ടുകാരോടും കൂടി, സൈന്യങ്ങളോടും നാട്ടുകാരോടും എല്ലാം കൂടി വനത്തിലേക്ക് യാത്രയാവണം. ശ്രീരാമൻ്റെ അഭിഷേകം നടത്തി രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് രാജാവായി വാഴിക്കാനാണ് ഭരതൻ്റെ തീരുമാനം. ഇതറിഞ്ഞ നാട്ടുകാർക്കെല്ലാം വളരെ സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി ആ ഗുരുക്കന്മാരും പുരോഹിത ബ്രാഹ്മണരും അതേമാതിരി മന്ത്രിമാരും സൈന്യങ്ങളും എല്ലാം വളരെ സന്തോഷിച്ചു. ശ്രീരാമൻ്റെ സ്ഥാനത്ത് കയറിയിരുന്ന രാജ്യം ഭരിക്കാനല്ലല്ലോ ഭരതന് തോന്നിയത്. ശ്രീരാമനെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവന്ന് രാജാവായി വാഴിക്കാൻ തന്നെയാണ് ഉദ്ദേശം മനസ്സിലാക്കി അവരെല്ലാവരും സന്തോഷിച്ചു. എല്ലാവരും ചേർന്ന് ഭരതൻ്റെ കൂടെ അങ്ങ് കാട്ടിലേക്ക് യാത്രയാവാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും തുടങ്ങിയ എല്ലാവരും തന്നെ പലതരത്തിലുള്ള വണ്ടികളിൽ, എന്താ പറയണ, ആനകളിൽ, അശ്വങ്ങളിൽ, ഒട്ടകങ്ങളിൽ, കാളവണ്ടികളിൽ, ഇങ്ങനെ തേരുകളിലൊക്കെ കൂടി യാത്ര ചെയ്തുകൊണ്ട് അവർ എത്തുന്നു ആ ഗംഗാതീരത്തിൽ. ആ ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. തതസ്സമുത്ഥിതകാല്യമാസ്ഥായസ്യന്തനോത്തമം പ്രയയൗ ഭരത ശീഘ്രം രാമദർശനകാംക്ഷയാ. പിറ്റേ ദിവസം ഇങ്ങനെ എല്ലാവരും തീരുമാനിച്ചു. ഭരതൻ നിർദ്ദേശിച്ചു, ആ മന്ത്രിയോട് പറഞ്ഞു, പ്രത്യേകിച്ചും എല്ലാവരോടും പറയണം, പൗരപ്രമാണിമാരെയും പടനായകന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാവർക്കും ആജ്ഞ നൽകണം കൂടെ പുറപ്പെടാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞ് സുമന്ത്രർ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. അവരെല്ലാവരും കൂടി യാത്രയാവണം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആ ഭരതൻ രാമനെ കാണാനുള്ള ആകാംക്ഷയോടെ ആ പള്ളിത്തേരിലേറി പുറപ്പെടുകയാണ്. തതമോ സമുത്ഥിത കാല്യമാസ്ഥായസ്യന്തനോത്തമം പ്രേയൗ ഭരത ശീഘ്രം രാമദർശനകാംക്ഷയാ. ശ്രീരാമനെ കാണാനുള്ള കൊതി കൊണ്ട്, ആഗ്രഹം കൊണ്ട് വേഗം ചെന്ന് പുറപ്പെട്ട് തയ്യാറായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് നേർത്ത് ആ ഭരതൻ തയ്യാറായി നിന്നു. അക്രതപ്രയയുസ്തസ്യ സർവേ മന്ത്രിപുരോഹിതാ അധിരുഹ്യ ഹയൈരുക്താൻ രഥാൻ സൂര്യരഥോപമാൻ. ആദ്യം തന്നെ ആ ഭരതൻ്റെ മുമ്പിലായിട്ട് മന്ത്രിമാരും പുരോഹിതന്മാരെല്ലാവരും അശ്വങ്ങളെ പൂട്ടിയ സൂര്യരഥ തുല്യങ്ങളായ രഥങ്ങളിൽ കയറി ഭരതന് മുന്നിലായി സഞ്ചരിച്ചു.
നവനാഗസഹസ്രാണി കൽപ്പിനാനി യഥാവിധേ അന്വയുർഭരതം യാന്തമിക്ഷ്വാകുകുലനന്ദനം. വിധി പോലെ ഒരുക്കപ്പെട്ട 9,000 ആനകൾ ഇക്ഷ്വാകുവംശ പുത്രനായ ആ ഭരതനെ യാത്രയിൽ അനുഗമിച്ചു. ഭരതൻ്റെ പിന്നാലെ ആനകൾ, അതേമാതിരി അശ്വങ്ങൾ, കുതിര, മറ്റേ തേരുകൾ എല്ലാം പിന്നാലെ അനുഗമിച്ചു. ശ്രീരാമൻ്റെ പിന്നാലെ അവരെല്ലാവരും മുമ്പേ തന്നെ മന്ത്രി പുരോഹിതന്മാരെല്ലാവരും ആ രഥങ്ങളിൽ കയറി സഞ്ചരിച്ചു. കീർത്തിമാനും നിർവാത്മജനും കാകുത്സ്ഥനുമായ ഭരതനെ 100,000 അശ്വാരൂഢന്മാർ അനുഗമിച്ചു. അതുപോലെ തന്നെ കൗസല്യ, സുമിത്ര, കൈകേയി തുടങ്ങിയ മാതാക്കളെല്ലാവരും ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ആനന്ദഭരിതരായി ശോഭയേറിയ യാനങ്ങളിൽ കയറി യാത്ര ചെയ്തു. അമ്മമാരെല്ലാവരും ആ ശ്രീരാമനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ആ ശ്രീരാമനെ കാണാലോ എന്നുള്ള. പ്രയാതാശ്ചര്യ സംഘാത രാമം ദ്രഷ്ടും സലക്ഷ്മണം തസ്യൈവ ജഗതാശ്ചിത്ര കുർവാണാ ഹൃഷ്ടമാനസാ. ലക്ഷ്മണനോടൊത്ത രാമനെ കാണാനായി രാമൻ്റെ പല വർത്തമാനങ്ങളും പറഞ്ഞ്, രാമൻ്റെ പല പല കഥകളും പറഞ്ഞ് ആ സജ്ജനങ്ങളെല്ലാം സന്തുഷ്ടചിത്തരായി ആ ഭരതൻ്റെ പിന്നാലെ പുറപ്പെട്ടു. മേഘശ്യാമം മഹാബാഹും സ്ഥിരസത്വം ദൃഢവ്രതം കഥാ ദ്രക്ഷ്യാമഹേ രാമം ജഗതശോകനാശനം. മേഘശ്യാമനും മഹാബാഹുവും സ്ഥിരസത്വനും ദൃഢവ്രതനും ലോകത്തിൻ്റെ ശോകം നശിപ്പിക്കുന്നവനുമായ രാമനെ നാം എന്നാണ് കാണുക എന്നുള്ള ആകാംക്ഷയോടുകൂടി അവരെല്ലാവരും യാത്ര ചെയ്തു. തൃഷ്ടയേവ ഹിനശോകമ അപനേഷ്യതി രാഘവ തമസർവസ്യ ലോകസ്യ സമുദ്രന്നിവ ഭാസ്കര. ശ്രീരാമനെ കണ്ടാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീരും. എങ്ങനെ ഉദിച്ചുയർന്ന സൂര്യനെ കണ്ടാൽ ഇരുട്ടില്ലാതാകുന്നതുപോലെ ആ ശ്രീരാമനെ കണ്ടാൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം തീരും എന്നവരെല്ലാവരും ആശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ഇത്യേവം കഥയന്തസ്തേ സംബൃഹൃഷ്ടാ കഥാശുഭാ പരിഷ്വജാനാശ്ചാന്യോന്യം യയുർനാഗരികാസ്തദാ. ഇങ്ങനെയുള്ള സൽക്കഥകളൊക്കെ പറഞ്ഞ് ശ്രീരാമൻ്റെ ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പരസ്പരം പുണർന്നുകൊണ്ട് സന്തുഷ്ടരായ നഗരവാസികൾ കൂടെ സഞ്ചരിച്ചു. യേജത്തത്രാപരേ സർവേ സമ്മതായേ ജനൈകമാ രാമം പ്രതിയയുഃ സർവ ഹൃഷ്ടാ പ്രകൃതയഃശുഭാ. അതുപോലെ വ്യാപാരികളും സർവസമ്മതരായവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ, എല്ലാ ഗുണങ്ങളുള്ള ഒരാൾക്കാർ, അങ്ങനെയുള്ളവരും സന്തുഷ്ടരായ സർവ്വജനങ്ങളും ആ ശ്രീരാമനെ പ്രതി ഭരതന്റെ പിന്നാലെ യാത്ര ചെയ്തു. മണികാരാശ്ച ഏകേജിൽ കുംഭകാരാശ്ച ശോഭന സൂത്രകർമ്മ വിശേഷജ്ഞ യേ ച ശസ്ത്രോപജീവിന മയൂരകാകാഗജികാ വേദകാരോജകാസ്തഥാ ദന്തകാരാ സുധാകാര യേ ച ഗന്ധോപജീവിന സുവർണകാരാ പ്രഖ്യാതാസ്തഥാ കമ്പളധാകാരക സ്നാപകോഷ്ണാദകാ വൈദ്യ ധൂപകാ ശൗണ്ഡികാസ്തഥാ രജകാസുന്നവായാശ്ച ഗ്രാമഘോഷമഹത്തരാ ശൈലൂഷാശ്ച സഹസ്രേ ഭേദ്യാദി കൈവർത്തകാസ്തഥാ. രത്നസംസം പലതരത്തിലുള്ള ആളുകൾ. മണികാരാശ്രയെ കേജ് എന്ന് പറഞ്ഞാൽ രത്നങ്ങളെ അറിയുന്നവർ, രത്നങ്ങളുടെ ഗുണങ്ങൾ പണിക്കാർ, അങ്ങനെയുള്ള ആൾക്കാരും കുംഭകാരന്മാരും അതേമാതിരി ശസ്ത്രങ്ങൾ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നവരും നൂൽപ്പണിക്കാരും മയിൽപ്പീലി പണിക്കാരും ഈർച്ചക്കാരും മിനുക്കുപണിക്കാരും തുളയ്ക്കുന്നവരും കുമ്മായപ്പണിക്കാരും ദന്തവേലക്കാരും സുഗന്ധനിർമ്മാതാക്കളും അതുപോലെ പുകഴ്ന്ന പൊൻപണിക്കാരും കമ്പിളി നെയ്ത്തുകാരും തിരുമുകാരും കുളിപ്പിക്കുന്നവരും വൈദ്യന്മാരും ധൂപകന്മാരും മദ്യവ്യാപാരികളും അലക്കുകാരും തുന്നൽക്കാരും നാടൻ പ്രമാണിമാരും മുക്കുവന്മാരും നട്ടുവന്മാരും ഇവരെല്ലാവരും അവരവരുടെ സ്ത്രീകളോടൊത്ത് ആ ഭരതൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ശ്രീരാമനെ കാണാൻ യാത്രയായി. എല്ലാ തരത്തിലുള്ള എല്ലാ ജോലിക്കാരും, ഇനി ആ നഗരത്തിൽ വേറെ ആൾക്കാരോ ഒന്നുമില്ല, എല്ലാ പണിക്കാരും അവരുടെ കൂടെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും കൊണ്ടാണ് ഭരതൻ്റെ യാത്ര. സമാഹിതാ വേദവിദോ ബ്രാഹ്മണ വൃത്തസമ്മത
ഘോരധൈ ഭരതം യാന്തമനുജഗ്മൂ സഹസ്രശാം. വേദജ്ഞന്മാരും യോഗവാന്മാരും 1000 സദ്വൃത്തന്മാരും നല്ല ആൾക്കാരും ദ്വിജന്മാരും ആ ഭരതനെ കാളവണ്ടികളിൽ പിന്തുടർന്നു. കാളവണ്ടികളിൽ കയറിയിട്ട് അങ്ങനെയുള്ള വേദന്മാരായ ബ്രാഹ്മണരെല്ലാവരും സത്തുക്കളായുള്ളവരും എല്ലാം യാത്ര തുടർന്നു. സുവേഷ ശുദ്ധവസന താമ്രമൃഷ്ടാനുലേപിന സുവേഷാശുദ്ധവസനാസ്താമ്രമൃഷ്ടാനുലേപിന സർവേ ദേവി മലയിര്യാണേ ക്ഷണൈ ഭരതമന്വയോ. വെളുത്ര വസ്ത്രം ധരിച്ച് ചെങ്കുരിക്കൂട്ട് ചാർത്തിയ മോടിയിൽ എല്ലാവരും അവരവർ അനേകം യാനങ്ങളിൽ ഭരതനെ അനുഗമിച്ചു. വസ്ത്രങ്ങളെല്ലാം മോടിയിൽ ധരിച്ച് ചെങ്കുരിക്കൂട്ട് ചാർത്തിയ നെറ്റിയിൽ ചെങ്കുരിയൊക്കെ വരച്ചുകൊണ്ട് മോടിയിൽ വസ്ത്രം ധരിച്ച് അനേകം പേര് ഓരോരോ വാഹനങ്ങളിൽ ഭരതനെ അനുഗമിച്ചു. പ്രഹൃഷ്ടമുദിതാസേനാസാംന്വയൽ കൈകയേ സുതം ഭ്രാതുരാനയനേ യാതം ഭരതം ഭ്രാതൃവത്സലം. സഹോദരനെ കൊണ്ടുവരാൻ പോകുന്ന ഭ്രാതൃവത്സനായ ആ ഭരതനെ ആ സൈന്യങ്ങൾ മുഴുവനും സന്തോഷത്തോടെ അനുഗമിച്ചു. ജ്യേഷ്ഠനെ കൊണ്ടുവരാൻ പോകുന്ന ഭരതന്റെ വാത്സല്യം കണ്ട് ഭരതനെ അനുഗമിച്ചു. എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടിയവരാണ്. തേ ഗത്വാ ധൂമധ്വാനം രഥയാനാശ്വകുഞ്ചരൈ. രഥത്തിലും അശ്വങ്ങളിലും ആനകളിലും സമാസേതുസ്തതോ ഗംഗാം ശൃംഗിബേരപുരം പ്രതി. തേര്, വണ്ടി, ആന, കുതിര എന്നിവയിൽ അനേക ദൂരം സഞ്ചരിച്ച് ആ സംഘം അവരെല്ലാവരും ഗംഗാതീരത്തിലുള്ള ശൃംഗിബേരപുരത്തിലെത്തി. ഗുഹന്റെ നാടാണത്. ശ്രീരാമനും ഈ വഴി കൂടി തന്നെ യാത്ര ചെയ്തത്. ഇനി ഗംഗ കടക്കണം. ആ ഗുഹന്റെ നാട്ടിൽ അവരെത്തിച്ചേർന്നു. ശ്രീരാമന്റെ സഖാവും വീരനുമായ ഗുഹൻ ശ്രദ്ധയോടുകൂടി ആ ദേശം സംരക്ഷിച്ചുകൊണ്ട് സ്വജനസമേതനായി അവിടെ പാർക്കുന്നു. ഉപേത്യതീരം ഗംഗായാശ്ചക്രവാകൈരലം ഘൃതം വ്യവതിഷ്ഠത സാ സേനാ ഭരതസ്യാനുയായിനി. ചക്രവാകങ്ങളാൽ അലങ്കൃതമായ ഗംഗാതീരത്ത് ചെന്ന് ഭരതനെ പിന്തുടരുന്ന ആ പട നിലയുറപ്പിച്ചു. അവിടെ എല്ലാവരും നിന്നു. സൈന്യങ്ങൾ മുഴുവൻ അവിടെ നിലയുറപ്പിച്ചു. നിരീക്ഷ്യാനുത്ഥിതാം സേനാം താം ജഗംഗാം നിരീക്ഷ്യാനുത്ഥിതാം സേനാം താം ജഗംഗാം ശിവോദകാം ഭരത സജീവാൻ സർവാനബ്രവീത് വാക്യഗോവിത. കൂടെയുള്ള പടയെയും പുണ്യായ ഗംഗയെയും നിരീക്ഷിച്ച് വാഗ്മിയായ ഭരതൻ മന്ത്രിമാരോട് പറഞ്ഞു. ഗംഗാനദി കണ്ടിട്ട് ഭരതൻ മന്ത്രിമാരോട് പറഞ്ഞു, നിവേശയതമേ സൈന്യം അഭിപ്രായേണ സർവദാ വിശ്രാന്ത പ്രതരിഷ്യാമ ശ്വമാം സാഗരം ഗമാം. ഇന്നിവിടെ താമസിച്ച് നാളെ നമുക്ക് ഈ ഗംഗ കടക്കാം എന്ന് പറയണ. സൈന്യങ്ങളെല്ലാം ഇവിടെ എവിടെയെങ്കിലും സുഖമായി പാർപ്പിച്ച് ഇന്നിവിടെ നമുക്ക് തങ്ങിയിട്ട് നാളെ യാത്ര തുടരാമെന്ന മന്ത്രിമാരോട് ഭരതൻ പറയണം. എൻ്റെ സൈന്യങ്ങളെല്ലാം യഥേഷ്ടം എങ്ങും പാർപ്പിക്കണം. അവരെ ഇഷ്ടം പോലെ എവിടെയാച്ചാൽ താമസിക്കട്ടെ. ഇന്നിവിടെ താമസിച്ച് നാളെ പുഴ കടക്കാമെന്ന ഭരതൻ മന്ത്രിമാരോട് പറഞ്ഞു. ദാതും ചത്താവതിച്ഛാമി സ്വർഗദസ്യ മഹീപതേ ഔർദ്ധദേഹ നിമിത്താർത്ഥം അവതീര്യോദകം നദിം. ഞാനീ നദിയിലിറങ്ങി ദിവംഗതനായ പിതാവിന് പരലോക സുഖത്തിനായി ഉദകക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദിവ്യ നദികളിലും ക്ഷേത്രങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ ശുദ്ധമായി ആ നദിയിലിറങ്ങി കുളിച്ച് ദേവകൾക്കും പിതൃക്കൾക്കും തർപ്പണാദികളും പൂജകളൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതാണ് ശരിയായ രീതി. ഭരതൻ അതറിയാം. ഭരതൻ പിതാവിന് വേണ്ടി പരലോക സുഖത്തിനു വേണ്ടി ഉദകക്രിയ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് മന്ത്രിമാരോട് പറയണം. തസ്യൈവം ഭ്രുവതോമാത്യാസ്തഥേത്യുക്താ സമാഹിതാ നിവേശയം സ്ഥാം ഛന്ദേന സ്വേന സ്വേന പൃഥക് പൃഥക്. ഭരതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ എന്ന് സമ്മതിച്ച മന്ത്രിമാർ സൈന്യങ്ങളെയെല്ലാം അവരവരുടെ ഇഷ്ടത്തിനൊത്ത താവളങ്ങളിൽ താമസിപ്പിച്ചു. ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ അവരെയെല്ലാം താമസിപ്പിച്ചു. നിവേശ്യ ഗംഗാമനുതാം മഹാനദിം ചമം വിധാനേ പരിബർഹശോഭിനിം
ഉവാസ രാമസ്യ തഥാ മഹാത്മനോ വിചിന്യമാനോ ഭരതോ നിവർത്തനം. പടക്കോപ്പുകൾ അണിഞ്ഞ ആ പടകളെ മഹാനദിയായ ഗംഗയുടെ കരയിൽ നിർത്തിയിട്ട് ഭരതൻ മഹാത്മാവായ രാമനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ആ രാത്രി അവിടെ വസിച്ചു. ഭരതൻ്റെ മനസ്സിൽ എങ്ങനെയാണ് വിചാരിക്കുകയാണ്, ജ്യേഷ്ഠൻ, ഞാൻ പറഞ്ഞ ആ ജ്യേഷ്ഠൻ കൂടെ പോരുമോ, എങ്ങനെയാണ് ആ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്ന് ആലോചിച്ചു കൊണ്ട് കിടന്നു. രാവിലെ പിറ്റേ ദിവസമാണ്, പിന്നെ ആ രാത്രി അവിടെ വസിച്ചു. പിറ്റേ ദിവസം ഭരതനും ഗുഹനും തമ്മിലുള്ള സമാഗമമാണ്. അതൊക്കെ അടുത്ത സർഗത്തിലാണ് ഇനി പറയുന്നത്. അവർ തമ്മിലുള്ള സംസാരം, ഗുഹനായിട്ടുള്ള സമാഗമം, ഗുഹൻ വന്ന് അവരെ വേണ്ട പോലെ സൽക്കരിക്കുന്നതും ഗംഗാനദി കടത്തിക്കൊടുക്കുന്നതും ഭരദ്വാജാശ്രമത്തിലെത്തുന്നതുമൊക്കെ നമുക്ക് പിന്നീട് കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ തോന്നണത്, ഇത് വായിക്കുമ്പോൾ തോന്നണത് നമ്മൾ ഏതോ ത്രേതായുഗത്തിലാണോ നമ്മളിപ്പോൾ ജീവിക്കണേന്ന്. അത്രയും തന്നെ ഈ ഭാഗത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് എഴുതി വെച്ചിരിക്കണേ. വളരെ ഓരോ കാര്യങ്ങളും വേണ്ട പ്രത്യേകം സംസാരങ്ങൾ, സംഭവങ്ങളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. ഓരോ പ്രവൃത്തികളും ഓരോ ദിവസവും നടന്ന കാര്യങ്ങളെല്ലാം ഇതിൽ എത്ര വിസ്തരിച്ചാണ് വാൽമീകി മഹർഷി വർണ്ണിച്ചിരിക്കുന്നത്. ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നു നമ്മൾ ഈ ത്രേതായുഗത്തിൽ എത്തിച്ചേർന്നു എന്ന് തോന്നും. അന്നത്തെ അതാണ് ഏത് കാലത്ത് എവിടെയാണോ രാമായണ കഥയോ ഭാഗവത കഥയൊക്കെ നടക്കുന്നത് അവിടെ കലികാലമൊന്നും ഇല്ല, കലിക്ക് അവിടെ പ്രവേശനമില്ല. അവിടെ ത്രേതായുഗം ദ്വാപരയുഗം തന്നെയാണ് എല്ലാ ദിക്കിലും. ഭഗവത് കഥകളോ രാമായണ കഥകളോ ഭക്തന്മാരോ ഇല്ലാത്ത നാട് എന്തിനു കൊള്ളാം? ബ്രഹ്മാവിൻ്റെ ആലയമായാലും അതൊന്നിനും കൊള്ളില്ല എന്ന് ഭാഗവതത്തിൽ പറയുന്നില്ലേ? അതായത് ഒരു നാടാണെങ്കിൽ ഭക്തന്മാരുണ്ടാവണം, ഭഗവത് കഥകൾ ഉണ്ടാകണം, ഉത്സവങ്ങൾ നടക്കണം. എങ്ങില്ല വൈകുണ്ഠ മഹോത്സവങ്ങളും തൽഭക്തരാം ഭാഗവത പ്രധാനരും, എന്നില്ല വൈകുണ്ഠ മഹോത്സവങ്ങളും കൊള്ളില്ലത പത്മജഗേഹമാകിലും. രാമായണ കഥ അല്ലെങ്കിൽ ഭാഗവത കഥ ഭക്തന്മാരുടെ കഥ, ഭക്തന്മാരുടെ കുറിച്ചുള്ള അവരുടെ ആ മനസ്സ് ആ നിലയിൽ എത്തിച്ചേരുന്ന എവിടെയാണോ ആ നാട്, ആ ദേശം, അല്ലാന്നുണ്ടെങ്കിൽ അതേ ആ രാജ്യം മുഴുവനും പൂർണ്ണമാകുന്നു. ഭൂമിദേവിയും വളരെ സംതൃപ്തിയാകുന്നു. വളരെ ഭൂമിദേവിയും ഒക്കെ വളരെ കൃതാർത്ഥതയായിത്തീരുന്നു എന്ന് പറയുന്നു. ഭക്തന്മാരാണ് ലോകത്തെ നന്നാക്കുന്നത്, ഐശ്വര്യം വളർത്തുന്നത്. എവിടെയാണോ ഭഗവത് കഥയുള്ളത് അവിടെ മഹാലക്ഷ്മി ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുക. വേണ്ട പോലെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കലികാലത്ത് ഇതേ ഒരു മാർഗമുള്ളൂ. ശ്രീ രാമചന്ദ്ര ശരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹീശ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.